നമസ്കാരം. ആതുര സേവന രംഗം വളരെയധികം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ ചികിത്സാ മേഖലകളിൽ ഒരു രോഗിക്ക് എത്തിപ്പെടുന്നതിനും അവിടെ നിന്ന് ചികിത്സയുടെ തീരുമാനമെടുത്ത് ആ ചികിത്സ നടപ്പിലാക്കുന്നതിനും ഉള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. അതൊരു വ്യവസായമായിരുന്നില്ല, അതൊരു സർവീസായിരുന്നു. അങ്ങനെ ആ സർവീസിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ധാരാളം ഹോസ്പിറ്റലുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ ചിലതൊക്കെ ഇന്നത്തെ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ മാറ്റത്തിനൊപ്പിച്ച് അവരുടെ പ്രവർത്തന മേഖലകളും മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സർവീസ് മൈൻഡോടുകൂടി തുടങ്ങിയ പല ആശുപത്രികളും അത് എത്രമാത്രം ആധുനികവൽക്കരിക്കപ്പെട്ടു എങ്കിൽ പോലും ആ മനോഭാവം ഇന്നും സർവീസിൻ്റെതായി നിലനിർത്തുന്ന സംവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ അനേകം ഹോസ്പിറ്റലുകളുണ്ട്. അതിലൊരെണ്ണമാണ് MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റൽ. മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ ഈ ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ പരമായി നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ എന്നാൽ വളരെ കൃത്യതയാർന്ന പാവങ്ങളോട് കരുണ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ചികിത്സാ സംവിധാനങ്ങൾ ഇന്നും അനുസ്യൂതം തുടരുകയാണ്. ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെയും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഈ ഒരു ഹോസ്പിറ്റൽ MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റൽ നമ്മളുടെ ഇൻഡസ്ട്രിയിലെ ഇത്രയും കാലത്തെ 25 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ വേറിട്ട് നിന്ന ഒരു എക്സ്പീരിയൻസാണ് കിട്ടിയത്. മുൻകാലങ്ങളിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഒരു ഹോസ്പിറ്റൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 1-2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളിത് ചെയ്യുമ്പോൾ അന്ന് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടുകൾ പലരും അസാധ്യമെന്ന് പറയുന്ന രീതിയിൽ 3 മാസം കൊണ്ട് പല ഹോസ്പിറ്റലുകളെയും നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ സമയം വളരെ കുറച്ചിട്ടുണ്ട്. MK ഹാജി ഹോസ്പിറ്റലിൻ്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സംവിധാനത്തിൻ്റെ ഒരു ഫെസിലിറ്റീസ് അവിടെ എക്വിപ്പ് ചെയ്യുന്നതിന് നമ്മൾ 1 മാസത്തെ എഫേർട്ടിലാണ് ആ ഒരു ഹോസ്പിറ്റലിനെ ഡിജിറ്റലൈസേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ എന്തായിരുന്നു നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് എന്ന് കാണിക്കുമ്പോൾ നമ്മളിതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇത് ഈ ഒരു സമൂഹത്തിൻ്റെ നെടുന്തൂണായ ആശുപത്രി ആയതുകൊണ്ട് കൂടെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഇനിയും ധാരാളം സമൂഹത്തിന് ആവശ്യമാണ്. ഇതുപോലുള്ള ആശുപത്രികൾ നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ധാരാളം മനുഷ്യർ ഇതിൻ്റെ ഒപ്പം കൂടേണ്ടതുണ്ട്, ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച്, ഇവിടുത്തെ ഡിജിറ്റലൈസേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആയിരത്തി 1943 മലബാറിൽ പടർന്നു പിടിച്ച കോളറ എന്ന മഹാമാരിയിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട പിഞ്ചു ബാലികാ ബാലന്മാരെ എടുത്തു വളർത്തിക്കൊണ്ടാണ് പതിനായൻ്റെ പിതാവ് MK ഹാജിയും KM മൗലവി സാഹിബും KM സീതി സാഹിബ് മുതലായ കാരുണ്യ പ്രവർത്തകർ തിരുരങ്ങാടി യതീംഖാന ആരംഭിക്കുന്നത്. അതിനുശേഷം തിരുരങ്ങാടിയും പരിസര പ്രദേശത്തും അതുപോലെ തന്നെ ഓർഫനേജിലെ അന്തേവാസികൾക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഒരു ആരോഗ്യ കേന്ദ്രം വേണമെന്ന് യതീംഖാനയുടെ കമ്മിറ്റിയിൽ MK ഹാജി ആവശ്യപ്പെടുകയും അതിനുശേഷം അവർ ഒരു ആരോഗ്യ മേഖലയ്ക്കായി പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ 1983 നവംബർ 5 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. MK ഹാജിയുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 1986 മുതൽ ഈ MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു. ദീർഘകാലം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഈ ആരോഗ്യ മേഖലയ്ക്ക് പിന്നീട് അത് 1996 ഇത് ഒരു ആശുപത്രിയായിട്ട് അത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. 1996 ആരംഭിച്ച ഈ MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റൽ ഇന്ന് തിരുരങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർദ്ധരായ രോഗികൾക്കും അതുപോലെ തന്നെ മറ്റു അനാഥകൾക്കും മറ്റു
ഈ ആശുപത്രി നിർദ്ധയായ രോഗികൾ, അതായത് പുവർ പേഷ്യൻസ് എന്ന രീതിയിലാണ് ഞങ്ങൾ അതുവരെ ഒരു 450ഓളം പേരെ ഈ തിരൂരങ്ങാടിയും പരിസര പ്രദേശത്തുമുള്ള രോഗികളെ ഓരോ ബുധനാഴ്ചകളിലും ഡോക്ടേഴ്സിൻ്റെ ചെക്കപ്പും അതുപോലെ തന്നെ മെഡിസിനും ഫ്രീ ആയി കൊടുത്തുകൊണ്ട് അവരെ ആരോഗ്യ സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ ഇപ്പോൾ എല്ലാവിധ സ്പെഷ്യാലിറ്റികളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളുമുണ്ട്. എക്സ്റേ മുതൽ CT സ്കാൻ വരെയുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാവിധ സ്പെഷ്യാലിറ്റികളിലുമുള്ള ഡോക്ടർമാർ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ഉദ്ദേശം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇപ്പോൾ ഇല്ലാത്ത സ്പെഷ്യാലിറ്റികൾ ഉണ്ടാക്കുക, കൂടാതെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തും കൂടുതൽ, അതുപോലെ ക്യാൻസർ ചികിത്സാ രംഗത്ത് കൂടി കാൽവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റും ഡയാലിസിസ് യൂണിറ്റും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മേഖലകളിൽ കൂടി പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. തിരൂരങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും കുറഞ്ഞ ചികിത്സാ ചെലവിൽ ചെയ്തു കൊടുക്കാൻ MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റലിന് സാധിച്ചിട്ടുണ്ട്. വരും കാലഘട്ടങ്ങളിൽ നാടിനാവശ്യമായിട്ടുള്ള സൈക്കാട്രി, ഡി അഡിക്ഷൻ സെൻ്ററുകൾ, സമ്പൂർണ്ണ ക്യാൻസർ രോഗ ചികിത്സ തുടങ്ങിയ സംവിധാനങ്ങൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വരും നാളുകളിൽ സമ്പൂർണമായ പേപ്പർലെസ് കൺസെപ്റ്റ്, ഫുള്ളി ഡിജിറ്റൽ ആശുപത്രി എന്ന രീതിയിലേക്ക് ഉയരാൻ ശ്രമിക്കുകയാണ്. ഞാൻ MK ഹാജി ഹോസ്പിറ്റലിലെ പേഷ്യൻ്റ് കെയർ എക്സിക്യൂട്ടീവ് ഇൻചാർജാണ്. മറ്റു ഹോസ്പിറ്റലുകളിൽ നിന്ന് വ്യത്യസ്തമായി 29ഓളം പേഷ്യൻ്റ് കെയർ എക്സിക്യൂട്ടീവ് സ്റ്റാഫുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസ് റിസപ്ഷൻ മുതൽ ഡിസ്ചാർജ് ആയി പോകുന്നത് വരെ ഹോസ്പിറ്റലിൽ അവർക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും കൃത്യമായി അവരിലേക്ക് എത്തിക്കുകയും നല്ല ക്വാളിറ്റി സർവീസ് അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. പേഷ്യൻ്റ് കെയർ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ അഡ്മിറ്റായ പേഷ്യൻസിനെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് അനുസരിച്ച് അവരെ എങ്ങനെ കെയർ ചെയ്യണമെന്ന നിർദ്ദേശം നൽകിയ ശേഷമാണ് അത് രോഗികൾക്ക് കൂടുതൽ സഹായകരമാകുന്നത്. ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് അവരിൽ നിന്ന് നേരിട്ട് ഒരു ഫീഡ്ബാക്ക് എടുക്കുകയും യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാറുണ്ട്. ഇരുപത്തിയാറ് വർഷങ്ങളോളമായി ഞാൻ ഫ്രണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേഷ്യൻ്റ് കെയറിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ 30ഓളം പേഷ്യൻ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ്സ് പേഷ്യൻസിന് കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കുന്നതിനും മറ്റും ഞങ്ങൾക്ക് നിലവിലുണ്ട്. എന്നിരുന്നാലും പേഷ്യൻ്റ് രജിസ്ട്രേഷൻ, ബില്ലിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് വെയിറ്റിംഗ് ടൈം കൂടുന്നു എന്ന ഒരു പ്രയാസം നിലവിലുണ്ട്. അതിന് പുറമെ ഏറ്റവും കൂടുതൽ പേപ്പർ വർക്ക് നടക്കുന്നത് റിസപ്ഷനിലായതുകൊണ്ട് തന്നെ അതിൻ്റേതായ കാലതാമസവും എംപ്ലോയീസിന് അതിൻ്റേതായ പ്രയാസങ്ങളും നിലവിലുണ്ട്. ഹോസ്പിറ്റൽ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആവുന്നതോടെ പേഷ്യൻസിന് വെയിറ്റിംഗ് ഹവേഴ്സ് കുറക്കാനും ഹൈ ക്വാളിറ്റി സർവീസ് കൊടുക്കുവാനും അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഡിജിറ്റൽ ആവുന്നതോടെ എംപ്ലോയീസിന് വർക്ക് ലോഡ് കുറക്കാനും സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റൽ തുടങ്ങിയ കാലം മുതൽ നമ്മളിവിടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇവിടെ വന്ന് ക്യൂ നിന്ന് ബുദ്ധിമുട്ടി ടോക്കൺ എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് മാനേജ്മെൻറ്റ് ചിന്തിക്കുകയും ഗ്രേപ്സ് IDMR എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ അറിയുന്നതും അതിൻ്റെ ഡെമോ കാണുന്നതും ആ രീതിയിൽ നമ്മുടെ മാനേജ്മെൻറ്റും സ്റ്റാഫുകളും എല്ലാം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അത് ഫെബ്രുവരി 3-ാം തീയതി മുതൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് രോഗികൾക്കും
കൂട്ടിരിപ്പുകാർക്കാണെങ്കിലും ഇവിടുത്തെ എംപ്ലോയീസിനാണെങ്കിലും എല്ലാവർക്കും മാനേജ്മെൻറ്റ് രീതിയിലാണെങ്കിലും എല്ലാവർക്കും ഒരു വിരൽത്തുമ്പിൽ എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന രീതിയിലാണ് ഈ സോഫ്റ്റ്വെയർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റലിൻ്റെ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് നമ്മൾ തുടങ്ങി മുമ്പോട്ട് വരികയാണ്. ഇതിലേറ്റവും പ്രധാനമാണ് എന്തിനാണ് നമ്മളൊരു മാറ്റം കൊണ്ടുവരുന്നത്, അപ്പോഴാണ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് അറിയാൻ പറ്റുക. ഒരു മാറ്റത്തിന് വേണ്ടി ആരെങ്കിലും മാറ്റം ചെയ്താൽ അതിനൊരു സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും. സോ ഈ ഡിജിറ്റലൈസേഷൻ പേഷ്യൻസിന് കൊടുക്കുന്ന ബെനിഫിറ്റ് എന്താ, ഡോക്ടേഴ്സിനും മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും കൊടുക്കുന്ന ബെനിഫിറ്റ് എന്താണ്, അൾട്ടിമേറ്റ്ലി ഈ സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നതിന് എങ്ങനെ ഉപകരിക്കപ്പെടും, ഇത് മനസ്സിലാക്കുന്നതിന് ഈ ഒരു സോഫ്റ്റ്വെയർ ഡിജിറ്റലൈസേഷൻ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്തിന് നമ്മുടെ ആശുപത്രിക്ക് വേണം എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മളൊരു മൈൻഡ് ഓപ്പണിംഗ് സെഷനിൽ കൂടെയാണ് ഈ ഒരു സ്ഥാപനത്തിലെ എൻ്റയർ എംപ്ലോയീസിനെയും മാനേജ്മെൻറ്റിനെയും ഡോക്ടേഴ്സിനെയും എല്ലാം കടത്തിക്കൊണ്ടു പോവുക. സോ എല്ലാവരും 100% സ്റ്റാഫും പങ്കെടുക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ നടത്തുന്ന ഈ മൈൻഡ് ഓപ്പണിംഗ് സെഷനാണ് ഡിജിറ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ബിൽഡിംഗ്. ഒരു മാസ്റ്റർ ഡാറ്റ എന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മാസ്റ്റർ ഡാറ്റ പ്രിപ്പറേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധികം ലോങ് പ്രോസസ്സിൽ പോകാതെ തന്നെ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസുകൾ നൽകി നമ്മൾ മാസ്റ്റർ ഡാറ്റ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കിടക്കാറുണ്ട്. അത് ഹോസ്പിറ്റലിൻ്റെ വർക്ക് ഫ്ലോ, അവരുടെ അന്തരീക്ഷം, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നിവയെല്ലാം ബേസ് ചെയ്തായിരിക്കും നമ്മുടെ മാസ്റ്റർ ഡാറ്റ പ്രിപ്പറേഷൻസ് നമ്മൾ നടത്താറ്. MKHനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻചാർജുമാരുമായിട്ട് നമ്മൾ ഇരിക്കുകയും അവരുമായിട്ട് മീറ്റിങ്ങുകൾ നടത്തുകയും ശേഷം അവരുടെ റിക്വയർമെൻറ്റുകൾ മനസ്സിലാക്കി നമ്മൾ അതൊരു ടീമായിട്ട് അവരുടെ മാസ്റ്റർ ഡാറ്റ പ്രിപ്പറേഷൻ നടത്തി വിജയത്തിലെത്തിക്കുകയും ചെയ്തു. ബാക്ക് ആൻഡ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, ക്ലിനിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും പഴയ സോഫ്റ്റ്വെയറിൽ നിന്ന് ഗ്രേപ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഴയ സോഫ്റ്റ്വെയറിൽ പേഷ്യൻറ്റ് സെർച്ചിന് ഉപയോഗിച്ച് MR നമ്പർ ഉപയോഗിച്ച് തന്നെ പുതിയൊരു സോഫ്റ്റ്വെയറിലും ആ പേഷ്യൻറ്റിനെ സെർച്ച് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള പേഷ്യൻ്റെ എല്ലാ ഡീറ്റെയിൽസും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഡോക്ടർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ആ ഒരു പേഷ്യൻ്റ് ഫുൾ ഹിസ്റ്ററി അറിയേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരുന്ന ആ ഹിസ്റ്ററി ഫുള്ളും നമ്മുടെ പുതിയൊരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അതൊരു ഡിസിഷൻ മേക്കിന് ഡോക്ടറിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് മാസ്റ്റർ ക്രിയേഷൻസ്. ബില്ലിങ്ങിന് ആവശ്യമായ മെഡിസിൻ്റെ ഡീറ്റെയിൽസ്, റൂമിൻ്റെ കാര്യങ്ങൾ, റെൻറ്റ്, ബെഡിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സപ്ലൈസിന് മാസ്റ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാ മാസ്റ്റേഴ്സും നമ്മൾ പഴയൊരു സോഫ്റ്റ്വെയറിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് പുതിയ സോഫ്റ്റ്വെയർക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഈ പഴയൊരു സോഫ്റ്റ്വെയറിൽ നിന്ന് പുതിയ സോഫ്റ്റ്വെയർക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു മൈഗ്രേഷൻ എല്ലാവർക്കും അത് വളരെ സ്മൂത്തായിട്ട് അനുഭവപ്പെടും. ഇതിന് ശേഷം നമുക്ക് വരുന്ന ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മൾ ഈ ഒരു ബാക്ക് ആൻഡ് പ്രോസസ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ബാക്ക് ആൻഡ് പ്രോസസ്സിൽ വരുന്നത്. ഒരു ലൈവ് ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കുറച്ച് കൺഫ്യൂഷൻസ് നിറഞ്ഞതായിരിക്കും. പക്ഷേ ഗ്രേപ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൺഫ്യൂഷൻസിനുള്ള ഉത്തരം അല്ലെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. MK ഹാജി പോലൊരു വലിയ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അവർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അവിടുന്ന് ഗ്രേപ്സിൻ്റെ എൻ്റയർ മൊഡ്യൂൾസിലേക്ക് ഒരു സിംഗിൾ ഡേ ലൈവ് പോകുകയാണെന്ന് പറയുന്നത് തികച്ചും അവരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ അവർക്ക് ടെൻഷനും നിറഞ്ഞതാണ്. അത് തീർച്ചയായിട്ടും കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ കെയറിന് വേണ്ടിയാണ്, അല്ലേ? അതെ, പേഷ്യൻസിന് നല്ലൊരു ട്രാൻസ്പാരൻസിയും ആക്യുറസിയും ഒരു സ്പീഡ് ഓഫ് എക്സിക്യൂഷന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവാത്ത രീതിയിൽ അല്ലെ ഒരു ഹിക്കപ്സ് ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ എപ്പോഴും ഗ്രേപ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുമുള്ളത്. സാധാരണ നമ്മളൊരു ലൈവ് ഡേറ്റ് എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴും ഒരു ഒപ്പീനിയൻ വരും, ഏറ്റവും പേഷ്യൻറ്റ് കുറഞ്ഞൊരു ദിവസം എടുത്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ടീമിൻ്റെയൊക്കെ നമ്മളൊരു മീറ്റിംഗ് കൂടിയിട്ടാണ് നമ്മളൊരു ലൈവ് ഡേറ്റ് തീരുമാനിക്കുകയും അങ്ങനെ പ്ലാൻ ചെയ്താണ് നമ്മൾ ലൈവ് പോവുകയും ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു
രസകരമായ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയൊരു പോപ്പുലേഷൻ ഓഫ് പേഷ്യൻസ് ഉണ്ടായിരുന്നു ആ ദിവസം നമ്മൾ ലൈവ് പോയ ദിവസം. എന്നാൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ സപ്പോർട്ടും അതേ കണക്ക് തന്നെ അവിടുത്തെ എല്ലാ ഡെഡിക്കേറ്റഡ് സ്റ്റാഫിന്റെ സപ്പോർട്ടോടു കൂടി മാർച്ച് 1 ദ എൻറ്റയർ മോഡ്യൂൾസ് നമ്മൾ അവിടെ ലൈവ് ആക്കി. അവർക്കൊരു പ്രത്യേകിച്ച് ഒരു സാധാരണ ദിവസം പോലെ തന്നെ ആ ദിവസം കടന്നു പോവുകയും ചെയ്തു. നമ്മൾ ലൈവ് പോകുന്നതിന് മുമ്പ് നമ്മുടെ MKHലെ സ്റ്റാഫിനൊക്കെ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യേണ്ടുന്നത്, അവരുടെ റിസപ്ഷൻസൊക്കെ എങ്ങനെ അവർ മാനേജ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മൈൻഡ് ഓപ്പണിംഗ് സെഷനിൽ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലൈവ് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ട്രാൻസിഷൻ പീരീഡിലേക്കാണ് അവർ മൂവ് ചെയ്തേക്കുന്നത്, ഒരു പുതിയ സോഫ്റ്റ്വെയറിലേക്കാണ് മൂവ് ചെയ്തേക്കുന്നത്. അതുമായി സംബന്ധിച്ച് അവർക്ക് കുറച്ച് കൺഫ്യൂഷൻസും ഡിഫിക്കൽട്ടീസും ഒക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാകും, സ്വാഭാവികമാണ്. അപ്പം അതിനൊക്കെ ഒരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ നേഴ്സിങ്ങിനെ, അതുപോലെ തന്നെ റിസപ്ഷനെ, ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, കൂടുതലും നമുക്ക് ഓട്ടോമേഷൻസ് ആണ്. ബില്ലിംഗ് ഒക്കെ നമുക്ക് ഓട്ടോമേഷൻസ് ആണെങ്കിൽ പോലും നമ്മൾ അവർക്ക് അതിനകത്തുണ്ടാവുന്ന കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ട്രെയിനിങ് സെഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷന് ശേഷം ഓരോ കൗണ്ടർ വൈസ്, നേഴ്സിംഗ് സ്റ്റേഷൻ, അതുപോലെ തന്നെ റിസപ്ഷൻസ്, ഫാർമസി, അങ്ങനെയുള്ള ഓരോ കൗണ്ടർ വൈസ് ട്രെയിനിങ്സ് കൂടെ നമ്മൾ കൊടുത്ത് അവരുടെ ഇഷ്യൂസിനെ എല്ലാം അല്ലെങ്കിൽ അവരുടെ കൺഫ്യൂഷൻസിനെ എല്ലാം നമ്മൾ റിസോൾവ് ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡിജിറ്റലൈസേഷനിൽ ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കിയാണ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക. സ്വാഭാവികമായും ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ ഉയർത്തിയെടുത്തുകൊണ്ടാണ് നമ്മളിത് തുടങ്ങുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമുക്ക് പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളിലേക്ക് ഒരു തിരിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പലപ്പോഴും ഡിജിറ്റലൈസേഷനെ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറൈസേഷൻ വെച്ച് കമ്പയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കമ്പ്യൂട്ടറൈസേഷനിൽ ഈ ഏറ്റവും മനോഹരമായ പ്രിൻ്റുകൾ കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നപ്പോൾ ഡിജിറ്റലൈസേഷൻ്റെ എൻ്റെ റിസൾട്ടിൽ ഒരു പ്രിൻ്റുകൾ പോലും അങ്ങനെ പോലും പേപ്പർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. സോ വളരെ മനോഹരമായൊരു അന്തരീക്ഷമാണ് ഒരു ഹോസ്പിറ്റലിൽ ഡിജിറ്റലൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് വളരെ ഈസി ആയിട്ടൊരു പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്യാനും അവിടുത്തെ ഡീലിങ്സ് നടക്കുന്നതിനും ഫാസ്റ്റർ ആകുന്നുണ്ടാവും അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും. ഈ ഒരു പ്രോസസ്സിൽ കൂടെ MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റലിനെ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷനിലെത്തിക്കാൻ നമ്മുടെ സ്റ്റാഫുകൾ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റലിൻ്റെ തുടർന്ന് യുഗാന്തരങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ നന്മ പ്രവൃത്തികളുടെ ഒപ്പം ഗ്രേപ്സും കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം.